ഇത് കണ്ട, ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതെവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ കൊതുമുക്കെന്ന് പറയും. ഇതാണ് ഉണ്ട് പണ്ട് KMML ഉള്ളൊരു റെയിൽപാതയാണിത്. ഡെയിലി ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് വിശ്രമിക്കാനും. അവരുടെ ഒരു സന്തോഷത്തിന് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഫിഷിങ്ങിന് ഇറങ്ങിയ നമ്മൾ ഇതേപോലെ നമ്മുടെ ഇടവേളകളിൽ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണിത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഇതെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഫിഷിങ്ങിന് ഇറങ്ങിയപ്പം നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ കണ്ട്, അതൊന്ന് നിങ്ങളിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വട്ടക്കായൽ എന്ന് പറയുന്ന ഇവിടെ കൊതുമുക്ക് ഏരിയ. കൊതുമുക്കിൻ്റെ ഈ കന്നേറ്റി പാലത്തിൻ്റെ താഴെ ഒരു സ്ഥലമാണിത്, കരുനാഗപ്പള്ളി. അപ്പം നമ്മൾ നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെന്ന് പറഞ്ഞ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഇത് കണ്ടോ നിങ്ങൾ, ഈ കുറേ കടകളിലെ, ഈ കരുനാഗപ്പള്ളി ഏരിയയിലുള്ള കുറേ കടകളിലെ ഭക്ഷ്യ മാലിന്യങ്ങളാണ്. മാലിന്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പ്ലേറ്റ്, അതേപോലെ കവറുകൾ, കുപ്പികൾ, ഇമാതിരി കാര്യങ്ങളാണ്. ഇതൊക്കെ ഇപ്പം റീസൈക്കിൾ ചെയ്യാൻ പല വഴികളുമുണ്ട്. അത് ചെയ്യാതെ ഇത് കായലിലേക്ക് തള്ളുകയാണ്. രാത്രി സമയങ്ങളിൽ ഈ പാലത്തിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇത് കായലിലേക്ക് തള്ളുകയാണ്. കണ്ട നിങ്ങൾ കിടക്കുന്നത് ഇതൊന്നും അല്ല, ഇപ്പോൾ ഈ കാണുന്നതല്ല. നമ്മൾ സ്ഥിരം മീൻ പിടിക്കാൻ ഇറങ്ങുമ്പം നമ്മളിത് കാണുന്നത്. നമ്മളിത് ഇപ്പോൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഏത് കടകളിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഇനി കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് തുറന്ന് നോക്കി ഇത് എവിടുന്നാ എന്നുള്ളത് നമുക്ക് കിട്ടും. ഇത് തുറന്ന് നോക്കി ഇതിനകത്ത് തന്നെ കാണും. ഇത് ഏത് കടകളിലാണെന്ന് ഇതിനകത്ത് തന്നെ കാണും. നമ്മുടെ വേറൊരു വീഡിയോ കിടപ്പുണ്ട്, ഇത് ഏത് കടകളിലെ, കരുനാഗപ്പള്ളി ഒരു കടയുടെ പേര് ഇതിനകത്ത് ഞങ്ങൾ കണ്ട്. ഒരു ഹോട്ടലിലാണ് ഈ സംഭവം. ഇനി നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഞങ്ങളെടുത്ത് ഇത് ഞങ്ങൾ മൊത്തം കളക്ട് ചെയ്തിട്ട് ആ കടയുടെ വാതിക്കൽ ഞങ്ങൾ കൊണ്ടുവന്നിരും. ഇത് നമുക്ക് ഇത് എല്ലാവർക്കും ദോഷം ചെയ്യുന്നൊരു സംഭവം തന്നെയാണിത്. ഇത് ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇത് ഒരുപാട് ജനങ്ങൾക്ക് ദോഷം ചെയ്യത്. നമ്മളിപ്പം നമ്മുടെ ഉപജീവന മാർഗ്ഗമല്ല ഇത്. നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇറങ്ങിക്കുക. പക്ഷേ ഈ കായലുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് നല്ല രീതി ദോഷം ചെയ്യും. പിന്നെ ഈ കായലിൻ്റെ തീരപ്രദേശങ്ങളിൽ ഒരുപാട് വീടുകളുണ്ട്. അവർക്ക് ദോഷം ചെയ്യും. നമ്മുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ. നമ്മൾ ഈ പരിസരത്ത് തന്നെയുള്ള ആളുകളാണ്. നമ്മുടെ അടുത്ത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ വേസ്റ്റ് കൊണ്ട് തള്ളുന്നുണ്ട് ഈ ഏരിയകളിൽ. പിന്നെ അതേപോലെ ഇറച്ചി വേസ്റ്റ്, കോഴി വേസ്റ്റ്, അതേപോലെ പശുവിനെ വെട്ടുന്ന, പോത്തിന് വെട്ടുന്ന വേസ്റ്റുകൾ ഇതേപോലെ ചാക്കുകളിൽ കൊണ്ട് തെള്ളുകയാണ്. നമ്മുടെ അടുത്ത് പല ആൾക്കാർ ഇത് പറയുന്നുണ്ട്. അപ്പം ഇനി നമ്മളിത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ വീഡിയോ കിടപ്പുണ്ട്, ഏത് കടയിലാണെന്നുള്ളതും എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട്. ഇനി നമ്മളിത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കളക്ട് ചെയ്ത് ഞങ്ങളായിട്ട് തന്നെ ആ കടയുടെ വാതിക്കൽ ഞങ്ങൾ കൊണ്ടുവന്ന് കളയും. ഇത് എല്ലാവരേക്കും പരമാവധി ഷെയർ ചെയ്യുക. ഇത് കൊണ്ട് തള്ളി ആ കട ഉടമയിലേക്ക് ഇത് എത്തുന്നത് വരെ ഷെയർ ചെയ്യണം.
ഇതുണ്ട് ഇതേപോലുള്ള കുപ്പികളും കാര്യങ്ങളാണ്. പക്ഷേ ഇത് നമ്മളൊരു 4-5 ചാക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കളയുമല്ല, നമ്മളിത് വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കളക്ട് ചെയ്യുകയാണ് കേട്ടോ. ഒന്ന് പൊക്കി വിട്ടണം, ആ വീഡിയോ ഓഫ് ചെയ്തൊന്ന് പൊക്കി.